സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. നമ്മൾ എന്തിനും പ്രതിഫലം കിട്ടുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ടാണല്ലേ? അങ്ങനെയല്ലേ പ്രതിഫലം കിട്ടുന്നത്? അവൻ എന്ത് ചെയ്തു? അവന് കുറച്ച് കൂടുതൽ ശമ്പളം കൊടുക്കുക. അവൻ രാത്രി മുഴുവനും അധ്വാനിച്ചവനാണ് അല്ലേ? എന്നാൽ ഈ തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആരും കാണരുത്. ഇങ്ങനെ രഹസ്യത്തിൽ ജോലി ചെയ്യണം. മറ്റാരും ഇത് കാണുന്നില്ലെന്നുള്ള വിചാരത്തിൽ വേണം നീ ചെയ്യാൻ. കാരണം ഇത് ചെയ്ത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ആരും കാണുന്നില്ലെന്നായിരിക്കാം നീ ചിന്തിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കാണുന്ന നല്ലവനായ ഒരു ദൈവം നിൻ്റെ അടുത്തുണ്ട് എന്ന് നീ മനസ്സിലാക്കിയാൽ, അതിന് നിനക്ക് പ്രതിഫലം കിട്ടാൻ തുടങ്ങിയാൽ, നീ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തുടങ്ങും. ഇതുവരെയും പ്രതിഫലം കിട്ടാൻ തുടങ്ങിയിട്ടില്ലല്ലേ? കാരണം ഇതുവരെയും അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടില്ലായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.